ഹലോ വാട്സപ്പ് ഗായ്സ്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഇന്ന് വന്നതെന്ന് വെച്ചാൽ BSK എന്ന ഒരു ഗെയിമിനെ കൊണ്ടാണ്. ഈ ഗെയിമിൻ്റെ ഫുൾ നെയിം ഈസ് ബസ് സിമുലേറ്റർ കേരള. അപ്പോൾ ഗൈസ്, ഈ ഗെയിം ഒരു കേരളൻ്റെ ഒരു ഗെയിമാണ് ഗൈസ്. ഇതിൽ കേരള ട്രാഫിക് മോഡാണ് ഇതിലുള്ളത്. ഇതെന്ന് വെച്ചാൽ ആക്കിയതെന്ന് വെച്ചാൽ അജാസ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഈ ഗെയിമിലുള്ളത്. അപ്പം ഇവിടെ നമുക്ക് ഇത് ബസ് സിമുലേറ്ററൊക്കെ കളിക്കുന്നതൊക്കെ കേരള ബസ്സായിട്ടാണ് കളിക്കാൻ പറ്റില്ല. ഇതിൽ കേരള ബസ്സാണുള്ളത് ഗൈസ്. നിങ്ങൾ നോക്കുക, കേരള ബസ്സാണ്. അതാ കേരളത്തിൻ്റെ ഷാലിമാർ എന്നൊക്കെ പറഞ്ഞൊരു ബസ്സാണ് ഗൈസ്. ഏത് ബസ്സാണെന്ന് നമുക്കറിയില്ല. ഗെയിമിൻ്റെ പേര് എന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ കേരള എന്നാണ്. എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഗെയിം. വെച്ചാൽ അത്രയൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ഗെയിം ഗൈസ്. എന്തുകൊണ്ടെന്ന് അറിയില്ല, നമുക്ക് എന്തെന്ന് അറിയില്ല. പക്ഷേ കൺട്രോളൊന്നും കിട്ടുന്നില്ല. ഉള്ള പോയിട്ടിരിക്കുന്നേ ഗൈസ്, കൺട്രോളൊന്നും കിട്ടുന്നില്ല ഗൈസ്. പോയിട്ടിടിച്ച് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. അപ്പം ഇത് നല്ല ഇത് കിട്ടും. ഞാൻ ടൈറ്റിൽ കളിക്കുന്നത് കൊണ്ടാണ്. സെറ്റിങ്സ് പോയിട്ട് വീല് ഇതാക്കിയാൽ മതി. അത് അപ്ലൈ വെക്കണം ഗൈസ്. ഞാൻ അപ്ലൈ വെക്കാണ്ട് കുറേ ഇതാക്കി നോക്കി. ഇനി വീഡിയോ എടുക്കാനും തോന്നുന്നു. പിന്നെ നമുക്കൊന്നും പോയിട്ടില്ല. പിന്നെയും എന്നെ കളിച്ച്. അപ്പോൾ ഗൈസ്, ഇതിൽ KSRTC ഉണ്ട്. ഇത് കണക്ക് തന്നെ പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പോൾ KSRTCക്ക് BSK2 എന്നുള്ളതാണുള്ളത്. ഇതന്നെ ഈ ഗെയിം തന്നെ. പക്ഷേ ഇതിൽ ഗ്യാരേജിൽ പോയ BSK2 BSK1 ഉണ്ട്. ഇപ്പം ഞാൻ ഓടിക്കുന്നത് BSK1 ആണ്. ഞാൻ പൈസ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടിക്കുന്നുണ്ടായിന്. അപ്പോൾ ഈ ഗെയിം ഭയങ്കര യൂസ്ഫുള്ളായ ഗെയിമാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കേരള ബസ് സിമുലേറ്റർ, കേരള ബസ്സെല്ലാം ഇതൊക്കെ നല്ലതാണ്. ഇതിന് 130 MB ഉള്ളൂ ഗൈസ്. അപ്പം ഇത് ഇങ്ങനത്തെ ബസ് സിമുലേറ്ററിൽ കേരള ട്രാഫിക് മോഡിലാക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ ഗെയിമൊന്ന് കയറ്റി കളിച്ചാൽ മതി ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര രസമുണ്ട് ഗൈസ് കളിക്കാൻ വേണ്ടിയിട്ട്. ഒരു സെയിം ഗെയിമാണ്. എനിക്ക് ഇതാ പച്ച വണ്ടി, എല്ലാ കളറും ഉണ്ട്. 3 കളറുണ്ട് ഗൈസ് കേരളത്തിലോടുന്ന്. അതാണ് പ്രശ്നം. ഇതാ ഒമ്നി വരെ ഉണ്ട് ഗൈസ്. ഇതാ ഒമ്നി അതാടുന്ന് മെല്ലെ മെല്ലെ സ്റ്റോപ്പാക്കി പോകുന്നു. പിന്നെ മറ്റേ അശോക് ലേലാൻഡിൻ്റേത്, അങ്ങനെ കുറേ വണ്ടി ഉണ്ട് ഗൈസ്. ഈ വണ്ടിയിൽ കേരള ട്രാഫിക് മോഡിൻ്റെ അത്രയും വരെ MB ഇല്ല ഗൈസ്. ഇനി കേരള ട്രാഫിക് മോഡിന് വെച്ചാൽ ബസ് സിമുലേറ്ററിൽ കേരള ട്രാഫിക് മോഡിന് നല്ല രീതിയിലത് ഒരു 200 MB ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ഇതിനത്രയൊന്നും ഇല്ല ഗൈസ്. കുറച്ചെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതിനായി നിങ്ങൾക്കിപ്പം മാപ്പ് കാണിച്ചത് ഗൈസ്. മാപ്പിൽ കണ്ടോ ഇങ്ങനെ ഇത് നോക്കാം ഗൈസ്. ഇതാ മാപ്പ് കാണിച്ചത് നിങ്ങൾക്ക്. അപ്പം മാപ്പിൽ എന്ന് വെച്ചാൽ ഇതാ ഞാനിപ്പോൾ പോകുന്നത്, ഇനി ഞങ്ങൾക്ക് 3 സ്റ്റോപ്സ് ഓൺലി ഉള്ളത് ഗൈസ്. അപ്പം ഞാനിപ്പോൾ പോകുന്നത് കോതമംഗലത്തേക്ക്. ഞാൻ പെരുമ്പാവൂരിന്ന് വണ്ടി എടുത്ത് പെരുമ്പാവൂർ, പിന്നെ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്ര ഇതൊന്നുമില്ല ഗൈസ്. ചെറിയൊരു സ്ഥലമാണ് മൂവാറ്റുപുഴ. അതിൻ്റെ ആ ബസ് സ്റ്റാൻഡിൻ്റെ അതിൻ്റെ അതിലേ പോയിട്ട് ഒരു വലിയ ചുരമുണ്ട് ഗൈസ്. അതിൻ്റെ പകുതി മാത്രമേ ഇല്ലും. അത്ര MB ഒന്നും ഇല്ല. ഇനി കുറവ് MB. നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഞാൻ ഗ്രാഫിക്സ് കുറച്ചിട്ട് കളിക്കുന്നതാണ്. ഭയങ്കര ലാഗാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രാഫിക്സ് കുറച്ചിട്ട് കളിക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ്, ഞാനിത് പറയാൻ വന്നതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇങ്ങനെ കേരള ട്രാഫിക് മോഡും ബസ് സിമുലേറ്ററിൽ തപ്പി നടക്കുന്നുണ്ടാവും. അത് ഭയങ്കര പണിയാണ് കയറ്റാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കയറ്റി നോക്കിയതാണ് ഗൈസ്. അപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ വേറൊരു ട്രക്കിൻ്റെ ഗെയിമുണ്ട് ഗൈസ്, യൂണിവേഴ്സൽ ട്രക്ക് സിമുലേറ്റർ ആയിട്ട് നല്ല രസമുണ്ട് കളിക്കാൻ. അത് ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ഇതെങ്ങനെ ഹൗ ടു പ്ലേ മിനി മാപ്പാണ്. ഇതിൽ കാണാൻ പറ്റും ഗൈസ്, ഇതാണ് പ്ലെയർ, ഗാരേജ്, ബസ് സ്റ്റേഷൻ, ടെർമിനൽ, അങ്ങനെ ട്രിപ്പ്, അങ്ങനെ ബസ് സ്റ്റോപ്സ്. പിന്നെ ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്, ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്. പിന്നെ ഇതിങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയാൽ മതി. എന്നിട്ട് അതിൽ സ്റ്റാർട്ട് ട്രിപ്പ് എന്നുണ്ട്, ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ മതി ഗൈസ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ട്രിപ്പ്. പിന്നെ ഇതിൽ സാധാരണ വരുന്നത് 10 സ്റ്റോപ്സാണ്. പിന്നെ ഇത് ആടെ ഒരു ഡോറിൻ്റെ ചിഹ്നം കണ്ടോ, ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നു, തൊട്ട് കാണിച്ചിരുന്നുണ്ട് ഒരു ഡോറിൻ്റെ ചിഹ്നം. അത് തുറക്കണം ഗൈസ്. ഞാനും ഫസ്റ്റ് കയറ്റിയപ്പോൾ കുറേ എന്തെല്ലോ പിടിച്ച് നോക്കി തിരിഞ്ഞില്ല. പിന്നെ അവിടെ ഓപ്പൺ ദി ഡോർ എന്നുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ഡോറിൻ്റെ ഇത് ക്ലിക്ക്. പിന്നെ അതൊന്നും പിടിച്ച് നോക്കിയേക്കല്ല, ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നു. അത് നോക്കിയാൽ ബാക്ക് അടിക്കല. ഇപ്പം ഞാൻ ഒന്ന് കാണിച്ചില്ല, ചുവപ്പ് ഒരു വെള്ള കളറില്ല ഡോറിനെ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളുള്ളത് ഇതാണ്, കൺട്രോൾസിൻ്റെ ഒക്കെയാണ്. പിന്നെ എൻ്റെ ആകുമ്പോൾ ഇവിടെ നിർത്തേണ്ടത് ഗൈസ്. അതിന് മാപ്പ് നോക്കിയിട്ട് തന്നെ ഓടിക്കുക. പിന്നെ കളക്ഷൻ 2 ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഇപ്പം ഞാൻ കളക്ഷൻ 2 ആക്കല്ല, ഞാൻ സാധാരണ കിട്ടൽ 1000 അങ്ങനെ കിട്ടൽ. കളക്ഷൻ 2 ആക്കണമെന്നൊന്നുമില്ല, ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കിക്കോ. പിന്നെ താങ്ക്സ് വീട്ടിൽ. അപ്പം ഞങ്ങൾക്ക് പിന്നെയും തുടങ്ങാം ഗൈസ്. അപ്പം എന്ന് വെച്ചാൽ ഇതിൽ ഹോഴ്സ് പവറിലൊക്കെ കുറവ് എന്ന് വെച്ചാൽ കുറച്ച് കുറവാണ്. ബസ് സിമുലേറ്ററിൻ്റെ അത്രയൊന്നുമില്ല. ഫാസ്റ്റ് 110, 120 അങ്ങനെയെല്ലാം തന്നെയാണ്. അല്ല 101, 102 ഇങ്ങനെ ഇതിൻ്റെ ഫാസ്റ്റ് ഉള്ളത് കുറവാണ്, ഫുള്ള് കുറവാണ് ഗൈസ്. പക്ഷെ കളിക്കുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ കളിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിക്കാം. ഞാൻ ടൈറ്റിൽ അറിയാണ്ടാക്കിപ്പോയതാണ് ഗൈസ്. ഇപ്പോൾ പോകുന്ന ബസ് പുതിയ മോഡലുള്ള ബസ്സാണ്, പുതിയ ന്യൂ അപ്ഡേറ്റ് വന്നതാണ്. നല്ല രസമുണ്ട് ഗൈസ് ഗെയിം. പിന്നെ ഒരു ബസ് ബാക്കിൽ വന്നിട്ട് കുത്തിയിട്ടുണ്ട് ഗൈസ്, കണ്ടിനൊന്നറിയില്ല. ഒരു ബസ് ബാക്കിൽ വന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പുറത്തെ സൈഡിൽ ഹോണ് ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഹസാർഡ് ലൈറ്റ് അങ്ങനത്തെ കുറേ എന്തൊക്കെയോ ഉണ്ട് ഗൈസിൽ. ഈ ഗെയിം നല്ല രസമാണ് കളിക്കാൻ. കേരളത്തിലത്തെ ഒരാൾ നിർമ്മിച്ചു. പിന്നെ ഒരു നല്ല രസമുള്ള ഗെയിമാണ്. ഞാൻ പറയുന്നത് നല്ല രസമുള്ള ഗെയിമാണ്. ഞാനിങ്ങനെ കളിച്ച് പോകണമെങ്കിൽ 35,000 ആക്കണം, മറ്റേ KSRTC കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചിങ്ങനെ വീഡിയോ ഇട്ടാലും ആൾക്കാർക്കൊക്കെ തിരിയട്ടെ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന്. അപ്പോൾ ഗൈസ് ഒരു ബസ് പിന്നെ കയറിപ്പോയി. അത് പിന്നെ ഗെയിം രസമാണ് പറയുന്നത് വെച്ചാൽ നല്ല രസമില്ല, നല്ല ഗെയിം. ഇതിൻ്റെ അപ്പുറം വേറെ കേരള ഗെയിം എന്ന് പറഞ്ഞിട്ട് കിട്ടൂല ഗൈസ്. പേര് ബസ് സിമുലേറ്റർ കേരള എന്ന്. പിന്നെ വേറെ കേരള ബസ് സിമുലേറ്റർ, അതൊന്നും രസമില്ല ഗൈസ്. ഞാൻ കളിച്ചെന്ന് വെച്ചാൽ ഒരു രസമില്ല. അപ്പം ഏറ്റവും നല്ല രസം ഞാൻ പറയുന്നത് ബസ് സിമുലേറ്റർ കേരളയാണ് ഗൈസ്. ഇപ്പം നമ്മയുടെ എത്തിയിട്ടുണ്ട്, ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം, ഡെസ്റ്റിനേഷൻ. അപ്പം ഇരുന്ന് ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ഇതെങ്ങനെ ഇതാക്കേണ്ടതെന്ന്. അവിടെ ഒരു നീല കളർ ഇതുണ്ട് ഗൈസ്, എന്താ പറയേണ്ടത്, നീല കളർ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഒരു ഇതായിട്ടുള്ള. അതായിപ്പോൾ നിങ്ങൾ കണ്ടോന്നറിയില്ല. നീല പർപ്പിൾ അങ്ങനെ എന്തോ ഒരു കളറാണ്, നേരെ നോക്കിയിട്ട്. ഇതായി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ ഇതിൽ സ്റ്റോപ്പ് കാണിക്കും, നമ്മൾ സ്റ്റോപ്പ് ആക്കിയാൽ മതി. അപ്പോൾ ഇതിൽ കളക്ഷൻ 2 ആക്കണമെന്നുള്ളവർ കളക്ഷൻ 2 ആയിക്കോ. അപ്പോൾ വീഡിയോ ആണ് ഗൈസ്, ആഡ് ആണ് മടുപ്പ് വരുന്നതാ
ഇത് കണ്ട ആഡ് ലോഡ് ആഡ് അപ്പം പിന്നെ അല്ലെങ്കിൽ ബാക്ക് അടിക്കുമ്പോൾ ആഡ് ബ്രേക്ക് എന്ന് കാണിക്കും ഗൈസ്. അപ്പോൾ അത് നേരെ നമുക്ക് ഏതെങ്കിലും ആഡിലേക്ക് പോകും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം വളരെ നന്ദിയുണ്ട് നിങ്ങൾ എൻ്റെ ഈ 10 മിനിറ്റിലെ വെറുതെ ഒരു 10 മിനിറ്റിലെ ഒരു വീഡിയോ കണ്ടോണ്ട് വളരെ വളരെ നന്ദിയുണ്ട് ഗൈസ്. ഒരു പൊട്ടൻ്റെ വീഡിയോ എന്തിനും നമ്മൾ കാണുന്നതിലും വിചാരിക്കുന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.